എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ കാലത്തെ എണീറ്റെല്ലാം റെഡിയാക്കി. ഇന്നൊരു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അതിഥി വരികയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് കേട്ടോ. നേരത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി റെഡിയാവാം. അതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. മോൻ വരുന്നില്ല, മോന് പനിയാണ്. അപ്പോൾ മോനെ കൂട്ടുന്നില്ല. ഞങ്ങൾ 3 പേരാണ് പോകുന്നത്. ഞങ്ങളുടെ റോഡ് പണിയാണ് കേട്ടോ. അതാണ് റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ റോഡൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് മെറ്റലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് റോഡ് ഫുൾ കുണ്ടുകൂടിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ സ്വർഗ്ഗം. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയതാ അലത്തോരിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് പോവേണ്ടത് പാലക്കാടാണ്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ ഭംഗി കേട്ടോ. ശികുട്ടി അവിടെ നിന്ന് തന്നെ ഉറക്കം വരുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് യാത്ര തുടങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞത് തന്നെ അവൾ ഉറങ്ങി കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ വെറുതെ വായി വിളിച്ചാണ്, ഉറക്കം വന്നതെന്നല്ല. ഇതിന് ശേഷം അവൾ നന്നായി ഒന്ന് ഉറങ്ങി. പാലക്കാട് എത്തുന്നത് വരെ ഒന്ന് ഉറങ്ങിയിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് 1 hour വേണം കേട്ടോ. നല്ല രസമാണ്. ഈ വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാൻ. നമ്മുടെ അവിടെ നിന്ന് പാലക്കാട്ടിലേക്ക് പോകുമ്പോഴുള്ള വ്യൂ ആണ് നല്ല രസമാണ് കാണാൻ കേട്ടോ. കുറച്ച് വയ്യായികയൊക്കെ ഉണ്ട്, ജലദോഷമൊക്കെയാണ് എഡിറ്റിംഗ് ടൈമിൽ. ക്ഷമിക്കണേ, സൗണ്ട് പ്രോബ്ലം ഉണ്ട്, ക്ഷമിക്കണേ. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേയൊക്കെ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാലക്കാട് ജില്ലാശുപത്രി കേട്ടോ. ആ കാണുന്ന ഇതാണ് നമ്മുടെ പാലക്കാട് ജില്ലാശുപത്രി. നമ്മൾ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഇതാണ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലേക്കുള്ള വഴി. ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. 2 സൈഡിലും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഹോസ്പിറ്റലാണല്ലോ. അപ്പം കുറേ മെഡിക്കൽ കാര്യങ്ങളായിട്ടുള്ള മെഡിസിൻസും കുഞ്ഞുകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, മെത്തകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടി നിർത്താൻ ഇവിടെ വലിയ സ്ഥലമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇന്ന് ചെറിയ പെരുന്നാളാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എത്തിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രമോദേട്ട ഹസ്ബൻഡുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ മോളും ഉണ്ട്, എൻ്റെ മോളും ആണ് കേട്ടോ. അത് നമ്മുടെ ശ്രീകുട്ടിയും നമ്മുടെ ഏട്ടൻ്റെ മോള് ആമീന വിളിക്കുക കേട്ടോ. ആത്മിക എന്ന പേര്, ആമീന വിളിക്കും കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്താണെന്ന്, ഓപ്പറേഷൻ തിയേറ്ററാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായി എന്താണെന്ന്. ഇതാ നമ്മുടെ ഏടത്തിയമ്മയുടെ അമ്മയും വല്യമ്മയാണ്. പിന്നെ ഇതെൻ്റെ ബ്രദറ്. പിന്നെ ബാക്കിൽ യെല്ലോ കളർ ഷർട്ട് ഇട്ട ആൾ നമ്മുടെ ഏടത്തിയമ്മയുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇവർ ഒരു ഭാഗത്ത് ഇരിക്കുന്നില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവർ കളിക്കുക, അവർ എൻജോയ് ചെയ്യണം. അവരെ എന്തിനാണ് വന്നെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ കാത്തിരുന്ന കാര്യം നമ്മളിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആളെ വന്നിരിക്കുന്നു. അപ്പോൾ അതാട്ടോ എത്തിയിട്ടുണ്ട് നമ്മുടെ ആളെ. ഇയാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ സൂപ്പർ. ഞങ്ങൾക്ക് ഏട്ടന് മൂത്തത് ഒരു പെൺകുട്ടിയാണ്, ആമി എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് സെക്കൻഡ് ബേബിയാണ്. സെക്കൻഡ് ബേബി ഒരു ബോയ് ബേബിയാണ് കേട്ടോ. ഞങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ. കാരണം എനിക്ക് മൂത്തത് ഒരു ബോയ് ബേബിയും സെക്കൻഡ് ഒരു ഗേളുമാണ്. അപ്പോൾ ഏട്ടന് മൂത്തത് ഒരു ഗേളാണ്. അപ്പോൾ അടുത്തത് ഒരു ബോയ് വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ബോയ് ബേബിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ റൂമിലേക്ക് വന്നു. കുട്ടിയെ NICUവിലേക്ക് മാറ്റി, അഞ്ജുവിനെ ICUവിലേക്ക്, നേരത്തെ ICUവിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നു. അത് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ മോൻ അവിടെ പനിയായിരിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. എത്രയേ ഉള്ളൂ. തിരിച്ച് വരുന്ന വഴിയിൽ കുറച്ച് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അതുകൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സൗണ്ട് പ്രോബ്ലം ഉണ്ടേ, ക്ഷമിക്കണേ. അങ്ങനെ ഇതാ കണ്ടോ, കൊന്നപ്പൂ വിഷു ആയിട്ടില്ല. അപ്പോഴേക്കും എത്രയായിരുന്നത് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ആ പച്ച ഇലകളുടെ ഇടയിൽ ആ യെല്ലോ കളറ് കൊന്നപ്പൂ കാണാൻ നല്ല രസമാണ്. ഇത് നമ്മൾ വന്ന വഴിയാണ് തിരിച്ചു പോകാൻ കേട്ടോ. പാലം നല്ല വ്യൂ ആണത്. പിന്നെ വരുന്ന വഴിയിൽ കുറച്ച് ചെമ്മരി ആടുകളെ കണ്ടു കേട്ടോ മേയുന്നത്.
നമ്മളൊക്കെ പണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ അധികം വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എനിക്കത് കൗതുകമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് പൂക്കളൊക്കെ കണ്ടു അവിടെ. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് വീഡിയോ എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ബൈ ബൈ.